ഒരാളൊരു കമന്റ് അങ്ങനെ ഇട്ടാൽ മതി, പിന്നെ അതിന്റെ പുറകെ വരുന്ന ആൾക്കാർ അത്രയും ആ കമന്റ് കണ്ടിട്ട് അതിന്. കൂട്ടുകാരെ അസ്സലാമലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഒരു വീഡിയോസ്, 2-3 ദിവസമല്ല ഇന്നലെയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും കാണുന്നത്, മസ്റൂറ 100 രൂപ ചലഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് തമ്പനയിൽ കാണുമ്പോൾ മസ്റൂറ തട്ടിപ്പ് നടത്തുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ തമ്പനയിൽ കാണുന്നു. പക്ഷെ ഞാനിതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അപ്പം ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടു, അതിൻ്റെ സത്യാവസ്ഥ പറയുന്നൊരു വീഡിയോ. അപ്പം നമ്മൾ അതിൽ അവരെന്നെ പറയുന്നുണ്ട്, ഓരോരോ കമൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു, മസ്റൂറ തട്ടിപ്പ് നടത്തുന്നു. സത്യം മനസ്സിലാക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പം നമുക്ക് ആ കുട്ടി പറയുന്നതൊന്നും കേൾക്കാം. എല്ലാ മനുഷ്യരും ജീവിക്കട്ടെന്നേ, ഒരാൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ലോകത്ത്? ആ കുട്ടിക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിലൂടെ ആ വീഡിയോസൊക്കെ ഇട്ടിട്ടൊന്നും ഒരു റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മസ്റൂറ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ജപ്തി ഒരു വീട് വയ്ക്കുക, അതിൽ താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു 100 രൂപ ചലഞ്ച് നിങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെല്ലാം കേസുകൾ കാണുന്നു, ഓരോരുത്തർക്ക് എന്തെല്ലാം അല്ലാണ്ട് കിട്ടുന്നു, അവരത് ദൂർത്തടിച്ച് അങ്ങനെ കളയുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ കുറേ മനുഷ്യർ ജീവിതം വഴിമുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. ഹായ്, അസ്സലാമലൈക്കും. പിന്നെ ഞാനിന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മളെ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു 100 രൂപ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ മഷൂറ ഫാത്തിമന്റെ ചാനലിൽ കൂടെ നജില എന്ന് പറയുന്ന ആള് പിന്നെ ഓളെ യൂട്യൂബ് ചാനലിൽ ഇട്ടത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, എനിക്ക് ഒരു ലോണിന്റെ ഒരു കടബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു ജപ്തി നോട്ടീസ് പിന്നെ കഴിഞ്ഞ മാസം നമുക്ക് ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഷംന വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ചാനലാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ കൂടെ ആ ഒരു വീഡിയോ ഞാൻ എനിക്ക് ആ നോട്ടീസ് വന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുകയും പിന്നെ എൻ്റെ ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനലിൽ കൂടെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആ വീഡിയോ കാണുകയും കുറച്ച് ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു മാസം ഇനിയിപ്പോൾ 20-ാം തീയതിൻ്റെ ഉള്ളിൽ ആ ഒരു പൈസ ലോണ് ക്ലോസ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈസ അടയ്ക്കാനുള്ള ഒരു നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ നജില എന്ന് പറയുന്ന ആളെ യൂട്യൂബ് ചാനൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് തന്നെ ഞാൻ ഓളെ ദിവസവും വിളിച്ച് കോള് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഈ ഒരു വിഷമങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു, നജില അങ്ങനെ ഒരു വിഷമമുണ്ട്, എന്താ ചെയ്യുക, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, ഇപ്പോൾ നീ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിനക്ക് ചെയ്യാൻ പറ്റുമോ നിന്റെ ചാനലിൽ കൂടെ? അപ്പൊ എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാനലാണെങ്കിലും അധികം റീച്ചും കാര്യങ്ങളൊന്നും ഉള്ള ചാനൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ചാനലിൽ കൂടെ ഈ ഒരു കാര്യം നീ ഒന്ന് സംസാരിക്കുമോ എന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഓളെ ചാനലിൽ കൂടെ ഒരു 100 രൂപ ചലഞ്ച് വെച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഓളങ്ങനെ ഒരു ചാനലിൽ ആ ഒരു കാര്യം അവതരിപ്പിക്കുകയും കുറച്ച് നല്ല ആൾക്കാർ എന്നെ സഹായിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് 5000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരികയും, കാണുന്നുണ്ടോന്നറിയില്ല, ഞാനത് ഇന്നലെ ബാങ്കിൽ പോയിട്ട് ആ പൈസ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ വന്ന പൈസയാണത്. ഞാനത് ഇന്നലെ തന്നെ ഞാൻ പോയിട്ട് ഈ പൈസ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അടച്ചതിന്റെ റെസീറ്റ് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഓളെ ഫോണിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് ആണ് ഇതവിടെ കാണുന്നുണ്ടോന്നറിയില്ല, ഇതില് ഈ ടിക്കറ്റ് കാണിക്കുന്നില്ല. ഇവിടെ ഈ പൈസ നമ്മൾ ഇനി ബാക്കി കുറച്ച് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യേണ്ട പൈസയാണ്. ഇനി 22,885 രൂപയും കൂടിയും ഈ ഒരു ബാങ്കിൽ അടച്ചു തീർക്കാനുണ്ട്.
ഇത് വെച്ചാൽ നമ്മൾ ജാമ്യക്കാരെ വെച്ചിട്ട് അങ്ങനെ എടുത്തൊരു പൈസ ആയതുകൊണ്ട് തന്നെ നമ്മളെക്കാട്ടിലുപരി ജാമ്യക്കാർക്കാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം നമ്മളൊരു പൈസന്റെ കാരണം കൊണ്ട് തന്നെ ജാമ്യക്കാര് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെൽപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഈ വിഷമങ്ങൾ കണ്ട് നമ്മളെ സഹായിക്കാതെ നമുക്ക് ആൾക്കാരില്ല. പിന്നെ വെച്ചാൽ എനിക്ക് 3 മക്കളാണുള്ളത്. 3 മക്കളിൽ 2 ഓരോരോ അസുഖങ്ങളാണ്. ഒരു മോക്ക് 9ാം മാസത്തിൽ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടതാണ്. അപ്പോൾ ഓക്കുതാ ഈ ഒരു ഓപ്പറേഷൻ മെയ് 6ാം തീയതിക്ക് നമുക്ക് ബുക്ക് ചെയ്തതാണ്. ഒരു ഓപ്പറേഷൻ ഡേറ്റ് തന്നിട്ടുണ്ട് മെയ് 6ാം തീയതിക്ക്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ മോക്ക് ഞാൻ നെജിൽ അതിൽ പറഞ്ഞതുപോലെ തന്നെ അനീമിയന്റെ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതും നമുക്ക് ടെസ്റ്റിൽ കണ്ടതാണ്. അതിന്റെ ഹോസ്പിറ്റലിലെ കടലാസാണിത്. അപ്പൊ ഇതില് വ്യക്തമായിട്ട് എഴുതിയുണ്ട് ചെറുതിന് അസുഖം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊന്നും കളവല്ല. കാരണം നമുക്ക് ആരെയും കളവ് പറഞ്ഞിട്ട് ആരെയും ഒരു 10 രൂപ നമുക്ക് സമ്പാദിക്കാൻ ആഗ്രഹമില്ല. കുറെ ആൾക്കാരുള്ള വീഡിയോ കണ്ടിട്ട് പറഞ്ഞു പിന്നെ വീട് ജപ്തി ചെയ്ത് പോയിക്കോട്ടെ, വീട് വിറ്റിട്ട് കടം തീർക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ കമന്റിൽ ഒരുപാട് പറയുന്നത് കണ്ടു. വീട് വിറ്റിട്ട് പോയി നമ്മൾ കടം തീർത്തിട്ട് കൊടുക്കുക വെച്ചാല് പിന്നെ നമ്മളെന്താ പറയാ, കഷ്ടപ്പെട്ടിട്ട് തന്നെ എല്ലാവരും ഒരു വീട് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമുക്ക് അതിൽ കടബാധ്യതകൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജനങ്ങളോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കണം. ഒരു ചോദ്യമല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലേക്കാണ് പോകുന്നതല്ലേ. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പല മനുഷ്യരും പല സ്വഭാവക്കാരല്ലേ. അപ്പോൾ പലർക്കും പല രീതിയിൽ തോന്നാം. ഒരാളൊരു കമന്റ് അങ്ങനെ ഇട്ടാൽ മതി, പിന്നെ അതിന്റെ പുറകെ വരുന്ന ആൾക്കാർ അത്രയും ആ കമന്റ് കണ്ടിട്ട് അതിനെത് പിടിച്ചിട്ടാ പിന്നെ വരുന്നത്. അപ്പോൾ സത്യം മനസ്സിലാക്കാണ്ട് ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.